ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പോകുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പി ആട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കോ ഉള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെക്കട്ടോ. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുക്കുക. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളെ കുഞ്ഞാക്കി അരിഞ്ഞ ഗാർലിക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറിയൊരു സോട്ടായി വരുമ്പോൾ, ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട്, എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഇതാ കുഞ്ഞു പീസാക്കി എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചതാട്ടോ. ഒന്ന് പുരട്ടി വെച്ചതാണ്. അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഹാഫ് കുക്കാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. നിങ്ങളൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ മൂടി വെച്ച് വേവിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അതിന് ശേഷം ഇതാക്കുന്ന കുറച്ച് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3/4 വേവായിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കന്. ഇനി ഇതാ ഒനിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഒനിയനും ഒന്ന് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കും ക്യാബേജും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ക്യാബേജും ആ സോയാ സോസും വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, ചിക്കൻ്റെ ആ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഫുള്ളായിട്ട് വെന്തതിന് ശേഷം നിങ്ങൾ ക്യാബേജും ക്യാപ്സിക്കോ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടിയും ഇത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. കെച്ചപ്പുമാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ. നമുക്കിതൊരു സെക്കൻഡ് ഒന്ന് യോജിപ്പിച്ചാൽ മതി, കാരണം ഇത് അത്ര വേവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല ക്യാബേജിനും നമ്മളെ ക്യാപ്സിക്കത്തിനും. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എനിക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിലാട്ടോ എപ്പോഴും ഉള്ളത് നമ്മളെ തീ. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ മതി. അതൊന്ന് ജസ്റ്റ് ഒരു വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാനാണ് കേട്ടോ. അങ്ങനെ വേറെ നിൽക്കാതെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അയച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മളെ മസാല റെഡിയായി. കുറച്ച് മൈദമാവ് കലക്കി വെക്കുക. പിന്നെ നമ്മളെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇങ്ങനെ എടുക്കുക. അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി നമ്മളെ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഈ 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് ലാസ്റ്റ് നമ്മൾ ആ മൈദമാവ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കുക വേണ്ടത് കേട്ടോ. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കിനൊക്കെ പറ്റിയതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഷീറ്റും ഇങ്ങനെ സ്പ്രിംഗ് റോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ആ പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം അത് നന്നായിട്ട് ക്രിസ്പി കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ പൊരിച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ 2 വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊരിച്ച് നല്ല ക്രിസ്പിയാണ് കേട്ടോ. മുളക് ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണത്. സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെക്കാനൊന്നും മറന്നു പോട്ടോ. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ പ്രത്യേകം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്പ്രിംഗ് റോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ എഴുതി അറിയിക്കട്ടോ. ഇനി നല്ല അടുത്ത റമദാൻ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ബൈ.